കുട്ടികളെ നമസ്കാരം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിന്റെ മാത്സ് ഒന്നാമത്തെ ചാപ്റ്റർ സമാന്തര ശ്രേണികൾ അരിത്തമാറ്റിക് സീക്വൻസസ് അതിലെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 13 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ each of sequences given below are arithmetic sequences. Give reasons also. Find the common difference of the arithmetic sequences. Natural numbers leaving remainder 1 on division by 4. Natural numbers leaving remainder 1 or 2 on division by 4. Squares of natural numbers. Reciprocals of natural numbers. Powers of 2. Half of the odd numbers. ചുവടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക. കാരണം എഴുതണം. സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസവും എഴുതണം. അപ്പോൾ ഇവിടെ കുറച്ച് ശ്രേണികൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് സമാന്തര ശ്രേണിയാണോ എന്ന് പരിശോധിക്കുക. ആണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ കാരണവും കൂടി പറയാമെന്നാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യകൾ. അപ്പോൾ മിച്ചം വരുന്നില്ല അല്ലെങ്കിൽ ശിഷ്ടം വരുന്നില്ലെങ്കിൽ ആ സംഖ്യകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് അറിയാം. 4ന്റെ മൾട്ടിപ്പിൾസ് ഗുണിതങ്ങളാണ് ആ സംഖ്യകൾ എന്നറിയാം അല്ലേ. അപ്പോൾ 4, 8, 12 എക്സിട്ര. ഇവിടെ 4നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ഹരണഫലം. ഇവിടെ 8നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 2, 12നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 3. അതേപോലെ 0 ഹരണഫലമായിട്ട് വരാം. അപ്പോൾ നമ്മൾ 0 കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി അതിൻ്റെ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം അല്ലെങ്കിൽ മിച്ചം 1 വരണമെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഓരോന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ 0ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 1, 4ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 5, 8ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 9, 13 എക്സിട്ര. അപ്പോൾ ഇതിലെല്ലാം 4 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന സംഖ്യകളാണ്, 1 മിച്ചം വരുന്ന സംഖ്യകളാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് സമാന്തര ശ്രേണിയാണോ എന്ന് പരിശോധിക്കുക. എന്താണ് സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ? ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ കൂട്ടി കൂട്ടി പോകുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി. ആ കൂട്ടി കൂട്ടി പോകുന്ന ആ ഒരേ സംഖ്യയെയാണ് നമ്മൾ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരേ സംഖ്യ തന്നെയാണോ കൂട്ടിയിട്ടുള്ളത് എന്നറിയാൻ 1ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 5 കിട്ടുക എന്നറിയാൻ 5ൽ നിന്ന് 1 കുറച്ചാൽ മതി. 5ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക എന്നറിയാൻ 9ൽ നിന്ന് 5 കുറച്ചാൽ മതി. അവ തുല്യമാണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്നാമത്തെ സംഖ്യ 5ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് നമുക്ക് 4. ഇനി മൂന്നാമത്തേതിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യ കുറയ്ക്കുമ്പോൾ 9 - 5 അത് നമുക്ക് 4 കിട്ടുന്നത്. ഇനി അടുത്തതും 13ൽ നിന്ന് 9 കുറച്ചാൽ 13 - 9 = 4. അപ്പോൾ ഇവിടെ 4 എന്ന സംഖ്യയാണ് കൂട്ടി കൂട്ടി പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 4 ഒരു പൊതുവ്യത്യാസമാണ്. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസമുണ്ട്, 4 പൊതുവ്യത്യാസം 4 ആയതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണിയാണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് is 4. Therefore it is an arithmetic sequence. Arithmetic sequence. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 4 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലെങ്കിൽ 2 മിച്ചം വരുന്ന സംഖ്യകൾ. അപ്പോൾ 4 കൊണ്ട് ഹരിച്ചാൽ നമ്മൾ നേരത്തെ 1 മിച്ചം വരുന്ന സംഖ്യകൾ എഴുതി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1 അല്ലെങ്കിൽ 2 മിച്ചം വരുന്ന ആ ശ്രേണി. അപ്പോൾ മിച്ചം 1 വരുന്നില്ലെങ്കിൽ ആ ശ്രേണി 0, 4, 8, 12 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി 1 ശിഷ്ടം വരുന്നതെങ്കിൽ അത് നമ്മൾ ശ്രേണി നേരത്തെ എഴുതി. ഇതിൻ്റെ കൂടെ 1 കൂട്ടിപ്പോയാൽ മതി. അപ്പോൾ 1, 5, 9, 13. ഇനി 2 ശിഷ്ടമായി വരാം, 1 അല്ലെങ്കിൽ 2. അപ്പോൾ 2 ശിഷ്ടമായി വരുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ 2 കൂട്ടിയാൽ മതി. അപ്പോൾ 0ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 2, 4ൻ്റെ കൂടെ ആകുമ്പോൾ 6, 10, 14. 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന ശ്രേണിയാണിത്, 2 മിച്ചം വരുന്ന ശ്രേണിയാണിത്. അപ്പോൾ ഇത് നമുക്ക് 2 ശ്രേണിയായിട്ടല്ല വേണ്ടത്, ഒരുമിച്ചാണ് വേണ്ടത്. അപ്പോൾ അത് ഒരുമിച്ച് ക്രമമായിട്ട് എഴുതിയാൽ ശ്രേണി 1, 2, 5, 6, 9, 10 എക്സിട്ര. അപ്പോൾ ഈ ശ്രേണിയിൽ 4 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്നു,
ഈ ശ്രേണിയിൽ 4 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരുന്നു. ഇതിൽ 1 അല്ലെങ്കിൽ 2 ശിഷ്ടം വരാം ഈ ശ്രേണിയിൽ. ഇനി ഇതും സമാന്തര ശ്രേണിയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ 2 - 1, 2ൽ നിന്ന് 1 കുറയ്ക്കാം, നമുക്ക് 1. ഇനി 5ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 5 - 2 = 3. അപ്പോൾ ഇവിടെ 1ൻ്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് 2 കിട്ടുന്നത്. പക്ഷെ ആ 1 അല്ല 2ൻ്റെ കൂടെ കൂട്ടിയിരിക്കുന്നത്, 3 ആണ്. 3 കൂട്ടിയപ്പോഴാണ് 5 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരേ സംഖ്യയല്ല കൂട്ടി പോകുന്നത്, ഇവിടെ ഒരു പൊതുവ്യത്യാസം ഇല്ല. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പൊതുവ്യത്യാസം ഇല്ല എന്ന് നമുക്ക് പ്രൂവ് ആയതുകൊണ്ട് ഇനി തുടർന്ന് അങ്ങോട്ട് നോക്കണം എന്നില്ല. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം ഇല്ല. ഇതൊരു സമാന്തര ശ്രേണിയല്ല. സമാന്തര ശ്രേണി അല്ല. അതേപോലെ there is not exist a common difference therefore it is not an arithmetic sequence. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 2, 3 എക്സെട്ര. അതിൻ്റെ വർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ എക്സെട്ര. 1 സ്ക്വയർ 1 × 1 1, 2 സ്ക്വയർ 2 × 2 4, 3 സ്ക്വയർ 3 × 3 9 എക്സെട്ര. ഇതും സമാന്തര ശ്രേണിയാണോ നോക്കാം. 4ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 4 - 1 = 3. അടുത്തത് 9 - 4 9 - 4 = 5. ഇവിടെയും ഇതും സമാന്തര ശ്രേണിയല്ല, പൊതുവ്യത്യാസമില്ല. ആയതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയല്ല. നേരത്തെ എഴുതിയ പോലെ തന്നെ ഇതേ കാരണം തന്നെ എഴുതാം. ഇനി അടുത്തത് എണ്ണൽ സംഖ്യകളുടെ വിപരീത ഭിന്നങ്ങൾ. എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര. ഇതിൻ്റെ ഫ്രാക്ഷൻ രൂപം 1/1, 2/1, 3/1 ഭിന്ന രൂപം ഇങ്ങനെയാണ്. ഇനി അതിൻ്റെ റെസിപ്രോക്കൽ വിപരീത ഭിന്നം എന്ന് പറഞ്ഞാൽ അംശവും ഛേദവും പരസ്പരം മാറ്റുന്നതിനെയാണ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പരസ്പരം മാറ്റുന്നതിനാണ് നമ്മളതിൻ്റെ റെസിപ്രോക്കൽസ് വിപരീത ഭിന്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1/1 ഇത് അംശവും ഛേദം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും 1 തന്നെ. 2/1 എന്നുള്ളത് 1/2, 3/1 എന്നുള്ളത് 1/3 എക്സെട്ര. ഇനി ഇതും സമാന്തര ശ്രേണിയാണോ എന്നറിയണം. അപ്പോൾ ഇവിടെ 1/2 - 1. അപ്പോൾ ഇതിനെ /1 ഇതിനെ ഭിന്നരൂപമാക്കാൻ വേണ്ടി നമുക്ക് ഇതിനും എഴുതാം. അപ്പോൾ ഇങ്ങനെയുള്ളത് മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഛേദങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മളതിനെ ഇവയുടെ ഗുണനഫലം പ്രോഡക്റ്റും ഇനി ക്രോസ് മൾട്ടിപ്ലൈ ഇത് ആദ്യം വേണം എഴുതാൻ. ഈ അംശം വരുന്നത് വേണം ആദ്യം എഴുതാൻ. 1 × 1 1 മൈനസ് 1 × 2 2 സമം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ -1/2. ഇതാണ് 1/2 -1. ഇനി ഇതിലും 1/3 -1/2. ഇവിടെയും നമ്മൾ ഇതിൻ്റെ ഗുണനഫലം 3 × 2 6 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 മൈനസ് ഈ 3ഉം ഈ 1ഉം 3 സമം -1/6 ആണ് കിട്ടുന്നത്. ഇവിടെ -1/2, ഇവിടെ -1/6. അപ്പോൾ ഇതും പൊതുവ്യത്യാസം ഇല്ല, പൊതുവ്യത്യാസം ഇല്ല. ആയതുകൊണ്ട് സമാന്തര ശ്രേണിയല്ല. രണ്ടിൻ്റെ കൃതികൾ. രണ്ടിൻ്റെ കൃതികൾ എന്ന് പറഞ്ഞാൽ 2/1, 2 സ്ക്വയർ, 2/3, 2/4, 2/1, 2/2, 2/3 എക്സെട്ര. ഇതാണ് രണ്ടിൻ്റെ കൃതികൾ. അപ്പോൾ 2/1 എന്ന് പറഞ്ഞാൽ 2, 2 സ്ക്വയർ 2 × 2 4, 2/3 ഒരു 2 കൊണ്ടും കൂടെ ഗുണിക്കണം, 2 × 2 × 2 8. ഇത് ഒരു 2 കൊണ്ടും കൂടെ ഈ 8നെ വീണ്ടും ഒരു 2 കൊണ്ട്
16 എക്സിട്ര. ഇനി ഇതും ശ്രേണിയാണോ എന്ന് പരിശോധിക്കുക. 4 - 2 = 2. അടുത്തതിൽ നിന്ന് 8 - 4 = 4. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലായി പൊതുവ്യത്യാസം ഇല്ല, ഇതൊരു സമാന്തര ശ്രേണിയല്ല. സമാന്തര ശ്രേണി അല്ല. ഇനി ഒറ്റസംഖ്യകളുടെ പകുതി. ഒറ്റസംഖ്യകൾ ആദ്യം എഴുതാം. 1, 3, 5, 7 എക്സിട്ര. പകുതി എന്ന് പറയുമ്പോൾ ബൈ 2 മതി. 1/2, 3/2, 5/2, 7/2 എക്സിട്ര. ഇതൊരു ശ്രേണിയാണോ എന്ന് പരിശോധിക്കാൻ. 3/2 - 1/2. ഇവിടെ ഡിനോമിനേറ്റർ ഛേദങ്ങൾ തുല്യമാണ്. അപ്പോൾ നമുക്ക് 2 തന്നെ ഇട്ടാൽ മതി. നേരത്തെ പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വേണ്ട. ഇനി ന്യൂമറേറ്ററുകൾ അല്ലെങ്കിൽ അംശം തമ്മിൽ ക്രിയ ചെയ്താൽ മതി. ഇവിടെ 3 - 1 ആണ്. 3 - 1. അപ്പോൾ 2/2 = 1. ഇനി ഇവ രണ്ടും 5/2 - 3/2. ഇവിടെയും ഛേദം ഡിനോമിനേറ്റർ 2. 5 - 3 = 2/2 = 1. അടുത്തതും കൂടെ 7/2 - 5/2. 2. 7 - 5 = 2/2 = 1. ഇവിടെ പൊതുവ്യത്യാസം 1 ആയതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. Second question. See these pictures. How many small squares are there in each picture? How many large squares? How many squares in all in each picture? If we continue the pattern of pictures, are the sequences above arithmetic sequence? ചുവടെയുള്ള ചിത്രങ്ങൾ നോക്കുക. ഓരോ ചതുരത്തിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട്, എത്ര വലിയ സമചതുരങ്ങളുണ്ട്, ആകെ എത്ര സമചതുരങ്ങളുണ്ട്, ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഓരോ ശ്രേണിയും സമാന്തര ശ്രേണിയാണോ? അപ്പോൾ ഇവിടെ നമുക്ക് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ചതുരങ്ങളുടെ ഒരു പാറ്റേൺ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഓരോ ചതുരത്തിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട്. ഇതൊരു ഏകദേശ ചിത്രമാണ്. ഇതിലെ ഓരോ ചതുരത്തിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണിയെടുക്കാം. ഇതിൽ 1, 2. അപ്പോൾ ആദ്യത്തേൽ 2 ചെറിയ സമചതുരം. ഇതിൽ 1, 2, അതിൻ്റെ കൂടെ ഒരു 2 എണ്ണം കൂടെ കൂടി, അപ്പോൾ 4. ഇതിൽ 1, 2, 3, 4, അതിൻ്റെ കൂടെ വീണ്ടും 2 എണ്ണം കൂടെ കൂടി 6. ഇത് 1, 2, 3, 4, 5, 6, വീണ്ടും 2 എണ്ണം കൂടെ കൂടിയപ്പോൾ 8. ഇങ്ങനെയാണ് ചെറിയ സമചതുരങ്ങൾ എത്രയുണ്ട് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം. ഓരോ ചതുരത്തിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട് അത് നമ്മൾ എണ്ണിയെടുത്തതാണ്. 2, 4, 6, 8 എക്സിട്ര. ഇനി രണ്ടാമത്തെ ചോദ്യം, എത്ര വലിയ സമചതുരങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നിലും ഇതിൽ വലിയ സമചതുരം ഇല്ല, അതൊരു ദീർഘചതുരാണ്, റെക്റ്റാങ്കിളാണ്, സ്ക്വയറല്ല, സമചതുരല്ല. അപ്പോൾ ഇവിടെ വലിയ സമചതുരം 0 ആണ്. ഇനി ഇതിൽ വലിയ സമചതുരം, ഇതൊരു വലിയ സമചതുരമാണ്, ഒരു വലിയ സമചതുരം. അപ്പോൾ ഇതിൽ വലിയ സമചതുരം 1. ഇനി ഇതൊരു വലിയ സമചതുരമാണ്, അതേപോലെ തന്നെ ഇതും ഒരു വലിയ സമചതുരമാണ്. ഇതൊന്നാമത്തെ വലിയ സമചതുരം. രണ്ടാമത്തേത് ഇത് ഒരു വലിയ സമചതുരമാണ്. ഇനി ഇത് ഒരു വലിയ സമചതുരമാണ്, ഇതൊരെണ്ണം. അത് കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ വലിയ സമചതുരമാണ്. ഇനി ഇത് മൂന്നാമത്തെ ഒരു വലിയ സമചതുരമാണ്. അപ്പോൾ ഇത് 1, ഇത് 2, ഇത് 3. അപ്പോൾ ഇതിൽ വലിയ സമചതുരം ഇതിൽ 3 എണ്ണം ഉണ്ട്. ഇതിൽ വലിയ സമചതുരം 2. അപ്പോൾ ഇതിൽ വലിയ സമചതുരം ഇല്ല. ഇതിൽ ഒരെണ്ണം, ഇതിൽ 2 എണ്ണം, ഇതിൽ 3 എണ്ണം എക്സിട്ര. ഇനി മൂന്നാമത്തെ ചോദ്യം, ആകെ എത്ര സമചതുരങ്ങളുണ്ട്.
അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ സമചതുരങ്ങൾ എഴുതി, ഇതിൽ പിന്നെ വലിയ സമചതുരങ്ങൾ എഴുതി. ആകെ എത്ര സമചതുരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ ഒന്നാമത്തേതിൽ 2 ചെറിയ സമചതുരം മാത്രമേ ഉള്ളൂ, വലുതില്ല. അപ്പോൾ ആകെയുള്ള സമചതുരങ്ങൾ ഇതിൽ 2. ഇതിൽ 4 ചെറിയ സമചതുരവും ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു വലിയ സമചതുരവും കൂടി ഉണ്ട്. അപ്പോൾ ഇതിലാകെ 5 സമചതുരങ്ങളുണ്ട്. ഇതിൽ ആകെ 6 സമചതുരങ്ങളുണ്ട്, അതിൻ്റെ കൂടെ 2 വലിയ സമചതുരവും കൂടി ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടുന്ന 8 എണ്ണം ഉണ്ട് ഇതിലാകെ സമചതുരങ്ങൾ. ഇതിൽ 2, 4, 6, 8 ചെറിയ സമചതുരങ്ങളും ഉണ്ട്, 3 വലിയ സമചതുരമുണ്ട്. അപ്പോൾ 11 ആകെ സമചതുരം. ഇനി ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഓരോ ശ്രേണിയും സമാന്തര ശ്രേണിയാണോ? അപ്പോൾ ഇത് സമാന്തര ശ്രേണിയാണോ എന്നറിയാനായിട്ട് ആദ്യത്തെ ഒന്നാമത്തെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 4ൽ നിന്ന് 2 മൈനസ് ചെയ്തു, അപ്പോൾ നമുക്ക് 2 കിട്ടി. 6ൽ നിന്ന് 4 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 2 തന്നെ കിട്ടി. 8ൽ നിന്നും 6 മൈനസ് ചെയ്തപ്പോൾ 2 കിട്ടി. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം 2 സമാന്തര ശ്രേണിയാണ്. പൊതുവ്യത്യാസം 2 സമാന്തര ശ്രേണിയാണ്. കോമൺ ഡിഫറൻസ് ഈസ് 2, therefore it is an arithmetic sequence. ഇനി രണ്ടാമത്തെ 0, 1, 2, 3 ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ 1 മൈനസ് 0 സമം 1, 2 മൈനസ് 1 സമം 1, 3 മൈനസ് 2 സമം 1. പൊതുവ്യത്യാസം 1 സമാന്തര ശ്രേണിയാണ്. ഇനി അടുത്തത് 2, 5, 8, 11 5 മൈനസ് 2 സമം 3. ഇനി 8 മൈനസ് 5 സമം 3, 11 മൈനസ് 8 സമം 3. പൊതുവ്യത്യാസം 3 സമാന്തര ശ്രേണിയാണ്. കോമൺ ഡിഫറൻസ് 3, therefore it is an arithmetic sequence. ഇത് എല്ലാത്തിലും എഴുതിയാൽ മതി. Third question. In the picture below, the perpendiculars drawn from the bottom lines are equally spaced. Show that the sequence of the heights of the perpendiculars on continuing this form an arithmetic sequence. Hint: draw perpendiculars from the top of each perpendicular to the next perpendicular. ചിത്രത്തിൽ ഒരേ അകലം ഇടവിട്ടാണ് താഴത്തെ വരയിൽ നിന്ന് ലംബങ്ങൾ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ തുടരുന്ന ലംബങ്ങളുടെ ഉയരങ്ങളുടെ ശ്രേണി സമാന്തര ശ്രേണിയാണെന്ന് തെളിയിക്കുക. ഒരു സൂചന തന്നിട്ടുണ്ട്. ഓരോ ലംബത്തിൻ്റെയും മുകളറ്റത്ത് നിന്ന് അടുത്ത ലംബത്തിലേക്ക് ലംബം വരച്ചു നോക്കുക. ഇതിൽ റെഡ് ലൈൻസ്, ആ ചുവന്ന വരകളാണ് ലംബങ്ങൾ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ ഉയരം ഒരു സമാന്തര ശ്രേണിയിലാണ്, അതായത് ഒരു നിശ്ചിത സംഖ്യ കൂട്ടി കൂട്ടി പോകുന്ന രീതിയിലാണ് ഈ ലംബങ്ങളുടെ ഉയരം എന്ന് തെളിയിക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു സൂചന തന്നിരിക്കുന്നത് ഓരോ ലംബത്തിൻ്റെയും മുകളറ്റത്ത് നിന്ന് അടുത്ത ലംബത്തിലേക്ക് ലംബം വരച്ച് നോക്കുക. നമുക്കൊരു സൂചന തന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഓരോ ലംബത്തിൻ്റെയും മുകളറ്റത്ത് നിന്ന് അടുത്ത ലംബത്തിലേക്ക്, അപ്പോൾ ഇതാണ് ഒരു ലംബം, അതിൻ്റെ മുകളറ്റത്ത് നിന്ന് അടുത്ത ലംബത്തിലേക്ക് ഒരു ലംബം വരച്ച് നോക്കാം. അങ്ങനെ ഒരു ലംബം. ഇനി അതുപോലെ തന്നെ അടുത്ത ലംബത്തിൻ്റെ മുകളറ്റത്തിൽ നിന്ന് ഈ ലംബത്തിലേക്ക് അങ്ങനെ വരച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരച്ചപ്പോൾ ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ത്രികോണങ്ങളുടെ പ്രത്യേകതകൾ, ഇത് ലംബങ്ങളായതുകൊണ്ട് തന്നെ ഇതെല്ലാം മട്ടത്രികോണങ്ങളാണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ത്രികോണങ്ങളൊന്ന് പരിഗണിക്കാം. ഇനി അതേപോലെ ഇതെല്ലാം ഒരേ അകലത്തിലാണ്, ഇതിനെല്ലാം ഒരേ അകലാണ്. അതുകൊണ്ട് ഈ നീളവും ഈ ത്രികോണത്തിൻ്റെ ഈ വശവും ഒരേ നീളമാണ്, അതായത് തുല്യ നീളമായിരിക്കും. ഇനി ഇവ ലംബമായി വരച്ചത് കൊണ്ട് തന്നെ സമാന്തര വരകളാണ്. സമാന്തര വരകളെ ഒരു നേർവര ഖണ്ഡിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ നീളങ്ങളും തുല്യമാണ്.
അപ്പോൾ ഈ മട്ടത്രികോണങ്ങളുടെ രണ്ട് വശങ്ങൾ പരസ്പരം തുല്യമാണ്, ആംഗിൾസ് ഈക്വലാണ്. അതിൻ്റെ ബാക്കിയുള്ള ആ സമാനമായിട്ടുള്ള വശങ്ങളും കോണുകളും കൂടെ തുല്യമായിരിക്കും. അപ്പോൾ ഈ ത്രികോണങ്ങൾ പരസ്പരം തുല്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കിയുള്ള ഈ വശവും തുല്യമായിരിക്കും. അപ്പോൾ ഈ വശം ഒരു എക്സ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇതേ നീളം തന്നെയായിരിക്കും ഇതിനും, അതേ നീളം തന്നെയായിരിക്കും ഇതിനും. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഈ ഒരു നീളം, ഈ നീളം നമുക്കറിയില്ല, അത് നമുക്ക് എ എന്നെടുക്കാം. ഈ നീളം, അപ്പോൾ ആ നീളം തന്നെയാണ് ഇവിടെയും വരിക, എ. ഇത് എ, ഇവിടെയും എ, ഇത് എല്ലാം എ എന്നെടുത്തു. അപ്പോൾ ആദ്യത്തെ ലംബത്തിൻ്റെ ഉയരം നമുക്ക് എ എന്നെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ലംബത്തിൻ്റെ ഉയരം ഈ എയുടെ കൂടെ ഒരു എക്സും കൂടെ കൂട്ടുന്നത് അല്ലേ, ഇത് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്, എ പ്ലസ് എക്സ്. അപ്പോൾ മൂന്നാമത്തെ ലംബത്തിൻ്റെ ഉയരം ഇത് എ ആണ്, അതിൻ്റെ കൂടെ ഇത് എക്സ് ആയതുകൊണ്ട് ഇവിടെയും എക്സ് ആണ്. അപ്പോൾ എ പ്ലസ് എക്സ് പ്ലസ് എക്സ് അല്ലെങ്കിൽ എ പ്ലസ് 2x. ഇനി നാലാമത്തെ ഇതും കൂടെ ഇങ്ങോട്ട് വരച്ചാൽ ഇത് എക്സ് ആണ്, അതുകൊണ്ട് ഇവിടെ എക്സ് ആണ്, ഇവിടെയും എക്സ് ആണ്. ഇത് എക്സ് ആണ്, ഇതും എക്സ് ആണ്. അപ്പോൾ നാലാമത്തെ എന്താവും, എ പ്ലസ് 3x എക്സിട്ര. ആദ്യത്തെ ഉയരം എയും, പിന്നത്തെ എ പ്ലസ് എക്സും, പിന്നെ എ പ്ലസ് 2x, എ പ്ലസ് 3x എക്സിട്ര. ഇനി നമുക്ക് മൈനസ് ചെയ്ത് നോക്കണമെന്നില്ല. എ, അതിൻ്റെ കൂടെ ഒരു എക്സ്, പിന്നെ 2x, 3x. അപ്പോൾ എക്സ് ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. അതുകൊണ്ട് കോമൺ ഡിഫറൻസ് ഈസ് എക്സ്, പൊതുവ്യത്യാസം എക്സ് ആണ്. ആയതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയിലാണ്. കുട്ടികളെ, ക്വിസ് നമ്പർ 1ൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്ത എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. നെക്സ്റ്റ് ക്വിസും കൂടെ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ട്രൈ ചെയ്യണം. 1847 1931 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അമേരിക്കക്കാരനായ തോമസ് ആൽവ എഡിസൺ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒത്തിരി കണ്ടുപിടുത്തങ്ങളുടെ ഇൻവെൻ്ററാണ്. 1093 കണ്ടുപിടുത്തങ്ങളുടെ പാറ്റൻറ്റ് അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിലുണ്ട്. ഒരിക്കൽ എഡിസൺ തൻ്റെ വളരെ നാളത്തെ പരിശ്രമം കൊണ്ട് താൻ കണ്ടെത്തിയ ബൾബുമായി പരീക്ഷണശാലയ്ക്ക് പുറത്തേക്ക് വന്നു. തൻ്റെ അറിയിപ്പ് പ്രകാരം അവിടെ കാത്തുനിന്ന പത്രക്കാരുടെയും മറ്റ് വിശിഷ്ട വ്യക്തികളുടെയും മുന്നിൽ തൻ്റെ കണ്ടുപിടുത്തമായ ആ ബൾബ് പ്രവർത്തിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിനായി അദ്ദേഹം തൻ്റെ സഹായിയുടെ കയ്യിലേക്ക് ആ ബൾബ് നൽകി. നിർഭാഗ്യവശാൽ അയാളുടെ കയ്യിൽ നിന്നും ആ ബൾബ് നിലത്ത് വീണ് പൊട്ടിച്ചിതറി. എല്ലാവരും സ്തംഭിച്ചുപോയി. നിരാശ നിയന്ത്രിച്ചുകൊണ്ട് എഡിസൺ അവിടെ കൂടിയവരോട് പറഞ്ഞു, ഇനി ഇത് വീണ്ടും നിർമ്മിക്കാൻ 24 മണിക്കൂറെങ്കിലും വേണ്ടിവരും. അതിനാൽ നാളെ ഇതേ സമയത്താകാം പ്രദർശനം. എന്നിട്ട് അദ്ദേഹം പരീക്ഷണശാലയിലേക്ക് കയറിപ്പോയി. പിറ്റേ ദിവസം അതേസമയം എല്ലാവരും എത്തിച്ചേർന്നു. എഡിസൺ ബൾബുമായി അവർക്ക് മുന്നിലെത്തി. അദ്ദേഹം ചുറ്റും നോക്കി. തൻ്റെ സഹായിയെ അവിടെ എങ്ങും കാണാനില്ല. അതാ ദൂരെ മാറി നിൽക്കുന്നു. അദ്ദേഹം അയാളെ അരികിലേക്ക് വിളിച്ചു. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കെ ആ ബൾബ് തൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ, ആ സഹായിയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ച ശേഷം വേണ്ട ഒരുക്കങ്ങൾ നടത്തി വിജയകരമായി പ്രദർശിപ്പിച്ചു, അവതരിപ്പിച്ചു. അതിനുശേഷം ഒരു പത്രക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്നും അയാളുടെ കയ്യിലേക്ക് ഈ ബൾബ് നൽകുവാൻ അങ്ങേക്ക് എങ്ങനെ ധൈര്യം വന്നു? അതിന് മറുപടിയായി എഡിസൺ പറഞ്ഞു, ഇനി ഒരിക്കൽ കൂടി ഇത് തകർന്നാലും 24 മണിക്കൂർ കൊണ്ട് എനിക്കിത് വീണ്ടും നിർമ്മിക്കാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം നഷ്ടമായാൽ 24 വർഷമെടുത്താൽ ചിലപ്പോൾ അത് തിരികെ നൽകാൻ സാധിച്ചെന്ന് വരില്ല. പ്രിയ കുട്ടികളെ, നമ്മളും പലപ്പോഴും അങ്ങനെയാണ്. നമുക്ക് കഴിവുകൾ ഒത്തിരി ഉണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും അതൊന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പാളിച്ച വന്നാൽ പിന്നീട് ചെയ്യാൻ നമ്മൾ മടിക്കും. നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവില്ല. ക്ലാസ് റൂമിൽ പോലും നമ്മളതൊന്ന് ആ കഴിവുകൾ പുറത്തേക്ക് എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. പ്രായമായ
നമ്മുടെ അമ്മ അച്ഛൻ അല്ലെങ്കിൽ മുത്തശ്ശനൊക്കെ അവരുടെ പാട്ടുകൾ നൃത്തങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവർ ശരിയായ സമയത്ത് അവർക്ക് വളർന്നു വരാൻ അത് എക്സ്പ്ലോർ ചെയ്യാൻ അവസരം കിട്ടാത്തത് കൊണ്ടാണ്. ആ അവസരമുള്ളപ്പോൾ അത് നന്നായിട്ട് ഉപയോഗിക്കുക, ആത്മവിശ്വാസത്തോടെ മുന്നേറുക. എല്ലാ ആശംസകളും. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു.